നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് നമുക്ക് സമയമൊന്നും വേണ്ടി വരില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇഡ്ഡലിയാണ്. പിന്നെ ഇതിന് നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി വേണം. പിന്നെ നമുക്ക് 1/2 കപ്പ് റവ വേണം. റവ നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. ഏതാണുള്ളത് അത് ഉപയോഗിക്കാം. പിന്നെ 1/2 കപ്പ് തൈരും കൂടി വേണം. തൈര് നല്ല കട്ട തൈരായിരിക്കണം, വെള്ളമൊന്നും ചേർക്കാത്ത തൈരാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക്. 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് റവ, 1/2 കപ്പ് തൈര്. ഗോതമ്പ് പൊടി നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊരു പാനിലേക്ക് മാറ്റി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഇതിൻ്റെ കളറൊന്നും മാറിപ്പോയരുത്. ഈ മാവ് ഒന്ന് ചൂടാവണം, അത് അത്രയും മാത്രമേ വേണ്ടൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വെച്ച് ചെയ്താൽ പെട്ടെന്ന് ഇതിൻ്റെ നിറം മാറും. പിന്നെ നമ്മൾ ഈ ഗോതമ്പ് പൊടി വറക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഒരു മണം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് വറക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മാവൊന്ന് ചൂടായി തുടങ്ങും. കൈവച്ചൊന്ന് തൊട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മാവ് നല്ല ചൂടാണെങ്കിൽ ഉടനെ തന്നെ സ്റ്റൗ ഓഫാക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാം. ഇതായിപ്പം മാവ് നല്ല ചൂടാണ്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി ഇത് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാവ് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്, ഒട്ടും തന്നെ ചൂടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് നമുക്ക് വീണ്ടും ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടും നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നല്ല കട്ട തൈരായിരിക്കണം കേട്ടോ, ഇതിൽ വെള്ളം ചേർക്കാത്ത തൈരാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. വെറും തൈര് ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നല്ലതുപോലെ കട്ട പിടിക്കും. അപ്പോൾ തൈര് ചേർത്ത ഉടനെ തന്നെ ഇതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കരുത്. കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധം നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ മാവ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന് സമയമുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല, ഉടനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ചേർക്കുന്നത് നല്ലതാണ്, ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും. കാരണം നമ്മൾ വെറും ഗോതമ്പ് വെച്ചിട്ടുള്ള ഇഡ്ഡലിയല്ലേ, അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ചേർത്താൽ നല്ലതാണ്. കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ചേർത്താൽ ഇഡ്ഡലി നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഈനോ ആണ്. ഈനോ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഇഡ്ഡലിയിലേക്ക് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മളിത് ഒരുപാടൊന്നും ചേർക്കുന്നില്ല, വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. നമ്മൾ അപ്പത്തിനങ്ങ് ചേർക്കുന്ന സോഡ ചേർത്തിട്ടും ഈ ഇഡ്ഡലി തയ്യാറാക്കാം. അപ്പോൾ ഏതാണ് കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണെങ്കിലും 1/2 ടീസ്പൂൺ തന്നെ ചേർക്കണം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഈനോ ചേർത്തതിന് ശേഷം ഉടനെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കണം. ഇത് ചേർത്തതിന് ശേഷം ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്, ഉടനെ തന്നെ ഉണ്ടാക്കി തുടങ്ങുക. ഇപ്പോൾ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി തട്ടിൽ നേരത്തെ തന്നെ എണ്ണ തേച്ച് വെച്ചിരുന്നു. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ നമ്മൾ ഈനോ ചേർത്ത കാരണം വേറൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് നോക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ എടുത്ത് മാറ്റാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഓരോ ഇഡ്ഡലിയും നമുക്ക് ഇതേപോലെ എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇഡ്ഡലി ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗോതമ്പ് കൊണ്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല എരിവുള്ള ചട്നിയുടെ കൂടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഉള്ളി ചട്നിയുടെ കൂടെയാണ് ഇതിപ്പോൾ സെർവ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു കോമ്പിനേഷൻ. നമുക്ക് ഏത് ചട്നി വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നി ആയിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഒരു ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. നമ്മളിത് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്. ഒട്ടും തന്നെ കട്ടിയല്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈനോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. അതല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്താലും മതി. പിന്നെ നമ്മളിത് ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്